അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കസ്റ്റം ഡൊമൈൻ എങ്ങനെ നമുക്ക് ഗൂഗിളിൻ്റെ ബ്ലോഗറുമായിട്ട് കണക്ട് ചെയ്യാമെന്നുള്ളതാണ്. ഒരു ഫ്രീ ഡൊമൈൻ എങ്ങനെ നമുക്ക് ബ്ലോഗറുമായിട്ട് കണക്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഡൊമൈൻ ഏത് ഗോഡാഡിയിൽ നിന്നായാലും ഹോസ്റ്റിംഗർ അങ്ങനെയുള്ള ഏത് ഇന്ത്യൻ സൈറ്റുകളിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾ ഡൊമൈൻ വാങ്ങിക്കാം. എല്ലാത്തിനും ഇതേ പറയുന്ന മെത്തേഡ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഡൊമൈൻ കണക്ട് എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഡൊമൈൻ കണക്റ്റിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുക. തികച്ചും സൗജന്യമായിട്ട് ഞാൻ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിതിൽ ഉപയോഗിക്കുന്നത് ഹോസ്റ്റിംഗർ എന്ന് പറയുന്ന ഇതിലെ ഒരു ഡൊമൈനും ഗൂഗിളിൻ്റെ ബ്ലോഗറും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഡൊമൈൻ പാർട്ട്ണർ പറയുന്നത് ഹോസ്റ്റിംഗറാണ്. ഹോസ്റ്റിംഗറിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ നമ്മൾ ഡൊമൈൻ ഓവർവ്യൂ നമ്മുടെ ഡൊമൈൻസിൻ്റെ ഡീറ്റെയിൽസ് കാണുന്ന ആ പേജിലേക്ക് നമ്മളിങ്ങനെ പോയി. ഞാൻ അത് എടുത്തു വെച്ചിട്ടുണ്ട്. നേരെ പോയി. ഇതാണ് എൻ്റെ ഹോസ്റ്റിംഗ്. രണ്ട് ഡൊമൈനാണ് ഉള്ളത്. ഈ vimaldeals.online എന്ന് പറയുന്ന ഇതാണ് ഞാൻ ബ്ലോഗറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് തന്നെ നിങ്ങളുടെ ഹോസ്റ്റിംഗർ ഓപ്പൺ ചെയ്യുക. ഇത് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ ഹോസ്റ്റിങ്ങിൻ്റെ കമ്പനി അവരുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ മാനേജ് ഡൊമൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അത് ഏതിലായാലും ഗോഡാഡിയിലായാലും ഏതിലായാലും മാനേജ് ഡൊമൈൻ എന്നുള്ളത് എടുക്കുക. ആ ഡൊമൈൻ എടുത്തതിന് ശേഷം നിങ്ങൾ കണ്ടത് DNS ഓർ നെയിം സർവീസ്. ചിലതിൽ DNS മാനേജ്മെൻറ്റ് എന്നുണ്ടാവുക. അപ്പോൾ DNS ഓർ നെയിം സർവീസിൽ അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നേരെ നിങ്ങൾ ബ്ലോഗറിലേക്ക് പോവുക. ബ്ലോഗറിലേക്ക് പോയിട്ട് നിങ്ങളുടെ ബ്ലോഗ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അവിടെ പോവുക. അതിനുശേഷം നേരെ ഇവിടെ സെറ്റിങ്സ് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് പോവുക. സെറ്റിങ്സിനകത്ത് നമ്മളുടെ കസ്റ്റം ഡൊമൈൻ എന്നുള്ളത് കസ്റ്റം ഡൊമൈൻ. നേരെ കസ്റ്റം ഡൊമൈനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന കണക്ട് ചെയ്യുന്ന ഡൊമൈൻ ഇവിടെ അടിക്കുക. vimaldeals.online എന്നാണ്. vimaldeals.online അതാണ് എൻ്റെ ഇത്. എന്നിട്ട് നമ്മൾ നേരെ സേവ് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ബോക്സാണ് നമുക്ക് വരിക. ഇതിനകത്ത് നമ്മുടെ ഹോസ്റ്റിങ്ങറിലായിട്ട് കണക്ട് ചെയ്യേണ്ടത് വരുന്നത് സി നെയിംസ് ആണ്. ഈ രണ്ട് സി നെയിംസ് ആണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഇതുണ്ട്, സി നെയിം. ഇവിടെ നെയിം ഉണ്ട് www.ghsgoogle.com. പിന്നെ രണ്ടാമത് വരുന്നത് ഇവിടെ ഇതുണ്ട് WDJ എന്ന് പറഞ്ഞിട്ട് destination.googlehosted.com എന്ന് പറയുന്ന രണ്ടെണ്ണമാണ് വരുന്നത്. ഇനി നമ്മൾ നേരെ ഹോസ്റ്റിംഗറിൻ്റെ ഡൊമൈൻ പേജിലേക്ക് പോവാം. അതിനുശേഷം ഇവിടെ ഉണ്ടാകും ഒരുപാട് ഓപ്ഷൻ. അപ്പോൾ ഇതിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങളുടെ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറേ ഈ കാര്യങ്ങൾ കാണും. ഇത് മൊത്തം ഡിലീറ്റ് ചെയ്യുക. എല്ലാം ഡിലീറ്റ് ചെയ്യുക. അതിന് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ചൂസ് ടൈപ്പ് എന്നുള്ളടുത്ത് സി നെയിം എന്ന് കൊടുക്കുക. സി നെയിം. എന്നിട്ട് ഈ നെയിം എന്നുള്ളടുത്ത് എന്ത് ചെയ്യുക, നേരെ ഗൂഗിളിൽ പോയിട്ട് ഈ www എന്നില്ല ഇത് മാത്രം സെലക്ട് ചെയ്യുക. www സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് കൊടുക്കുക. ഇനി ടാർജറ്റ് എന്നുള്ളടുത്ത് GHS ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ടാർജറ്റ് ghs.google.com അത് കോപ്പി ചെയ്യുക. ഹോസ്റ്റിംഗിൽ പോവുക, പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓൾറെഡി ഒരു TTL എന്നൊരു നമ്പർ വരും. ആഡ് റെക്കോർഡ് എന്നുള്ളത് കൊടുക്കാം. അത് റെക്കോർഡ് എന്നുള്ളത് കൊടുത്തതിന് ശേഷം രണ്ടാമത് നമ്മൾ വീണ്ടും സി നെയിം ചൂസ് ചെയ്തതിന് ശേഷം ഇതിൽ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തത് ഇതാണ് WDJ പറഞ്ഞിട്ട് C വരെ നിങ്ങൾ ഇവിടുന്ന് ഇത് കോപ്പി ചെയ്യുക. എന്നിട്ട് നേരെ കോപ്പി ചെയ്യുക. എന്നിട്ട് ഹോസ്റ്റിംഗ് ഓപ്പൺ ആക്കിയിട്ട് ഈ നെയിം എന്നുള്ളടുത്ത് അത് കൊടുക്കുക, ഫസ്റ്റത്തത്. ഇനി രണ്ടാമത് ഡെസ്റ്റിനേഷൻ, ടാർജറ്റിലേക്ക് ഡെസ്റ്റിനേഷൻ എന്നുള്ളത് കോപ്പി ചെയ്യുക, സേവ് കൊടുക്കുക. ഇതാണ് ഫസ്റ്റത്തത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ഇവിടെ കാണാം സപ്പോർട്ട് പേജ് ലിങ്ക്. ആ സപ്പോർട്ട് പേജ് ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു വെബ് പേജ് ഓപ്പൺ ആവും. ഇതിനകത്ത് കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുക ഈ 4 DNS സെറ്റിങ്സ് കൂടി നമ്മൾ അപ്പ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റത്തത് കോപ്പി എടുക്കുക. എന്നിട്ട് നേരെ ഹോസ്റ്റിംഗറിലേക്ക് വരിക. ഇതിൽ കൊടുക്കേണ്ടത് സി നെയിം എന്നുള്ളടുത്ത് A എന്ന് കൊടുക്കുക. A. ഇനി നെയിം എന്നുള്ളടുത്ത് @ എന്നടിക്കുക. അതിനുശേഷം വാല്യൂ എന്നുള്ളടുത്ത് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, അവിടെ പേസ്റ്റ് കൊടുക്കുക, റെക്കോർഡ് കൊടുക്കുക. രണ്ടാമത് ആദ്യം ഈ പേജിലോട്ട് പോവുക. രണ്ടാമത്തത് കോപ്പി ചെയ്യുക.
കോപ്പി ചെയ്യുക, നേരെ DNS മാനേജറിൽ വരിക, കൊടുക്കുക, കൊടുക്കുക, അത് വീണ്ടും പേസ്റ്റ് കൊടുക്കുക, മൂന്നാമതും കൊടുക്കുക, നാലാമതും കൊടുക്കുക, ആഡ് റെക്കോർഡ് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ നമ്മുടെ ബ്ലോഗറിൽ പോയിട്ട് ഈ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സേവ് സ്വാഭാവികമായിട്ട് ഞാനിത് ചെയ്യാത്തത് കൊണ്ടാണ് ഒരു ട്രൈ നോട്ട് ചെയ്യുന്നത്. അല്ലാത്തത് സേവ്ഡ് ആയിട്ട് സേവ്ഡ് യുവർ സെറ്റിംഗ് വിൽ ബി സേവ്ഡ് എന്ന് കാണിക്കും. എന്നിട്ട് 6 hours വെയിറ്റ് ചെയ്യുക. അതിനുള്ളിൽ നിങ്ങളുടെ വെബ്സൈറ്റും കസ്റ്റം ഡൊമൈനുമായിട്ട്, നിങ്ങളുടെ ബ്ലോഗറിൻ്റെ ഫ്രീ വെബ്സൈറ്റും കസ്റ്റം ഡൊമൈനുമായിട്ട് കണക്ട് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ വരികയാണെങ്കിൽ, നിങ്ങളുടെ വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെയായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അതിലുള്ള സപ്പോർട്ട് ഞാൻ തരുന്നതാണ്. കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.